അരുൺരാജിൽ ഗുരുതരമായ വീഴ്ച പല തലത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന്, പ്രധാന അധ്യാപികയുടെ ഭാഗത്തുനിന്ന്, KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, അവിടെ ഈ ആ സ്കൂളിന് ഫിറ്റ്നസ് അനുവദിച്ച ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന്, അങ്ങനെ പല തലത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് മേൽ ഗുരുതരമായ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. സർക്കാർ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കുടുംബത്തിന് സഹായം എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിൽ മന്ത്രിമാർ അവിടേക്ക് നേരിട്ടെത്താൻ പോവുകയാണ്. എന്താണ് അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കുന്ന സുരക്ഷ? ഈ പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മന്ത്രിമാരുടെ സന്ദർശനം, അതിൻ്റെ വിശദാംശങ്ങൾ അരുൺരാജ്. റിജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം കുറച്ചു മുമ്പ് വരെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിമാർ നേരിട്ട് സ്ഥലം സന്ദർശിക്കുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി KN ബാലഗോപാൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. എന്നാലും സ്കൂൾ മാനേജ്മെന്റ് യോഗം അല്പസമയം മുമ്പ് ചേർന്നതിനു ശേഷം ആ സ്ഥലത്തെ CPM പ്രവർത്തകരും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. മന്ത്രിമാർ ഈ വേദിയിൽ ഇവിടേക്ക് എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ പരിസരം അടക്കം അവർ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇത് കൃത്യമായി ഗൈഡ് ലൈൻസ് അടക്കം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥലം MLA അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപമടക്കം ഉയർന്നു വന്നതാണ്. പ്രതിപക്ഷ യുവജന സംഘടനയടക്കം ഇവിടേക്ക് മാർച്ച് നടത്തിയ ഘട്ടത്തിൽ മന്ത്രി ഈ സ്ഥലം സന്ദർശിക്കണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും ഈ വിമർശനങ്ങൾ ഒരു പക്ഷത്ത് തുടരുമ്പോഴാണ് മന്ത്രിമാർ നേരിട്ട് ഈ സ്ഥലം സന്ദർശിക്കുന്നത്. സ്കൂൾ സന്ദർശിച്ച ശേഷം മന്ത്രിമാർ ഈ മിഥുന്റെ വീട് കൂടി സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റേതായ ഒരു വിശദീകരണം, സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്ന നടപടികൾ, സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ ഇതിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നതിൽ കൃത്യമായൊരു നിലപാട് അത് കുടുംബത്തോട് പങ്കുവെക്കുകയും ചെയ്യും. സ്വാഭാവികമായും ആ ജനങ്ങളെ കൂടി ഇത് ബോധ്യപ്പെടുത്തണം. സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഘട്ടത്തിലുണ്ട്. ആ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കുക, അതിനുകൂടിയാണ് നേരിട്ട് ഇവിടേക്ക് എത്തുന്നത്. അത് മന്ത്രി KN ബാലഗോപാൽ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം നേരിട്ടെത്തി ഈ കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം, ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അടക്കം നൽകുകയും ചെയ്യും. സ്വാഭാവികമായും സ്കൂളിനുള്ളിൽ അത് പരിശോധന അടക്കം മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ കാണുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായുള്ള പ്രതിനിധികളാണ്. അവർ ഇതിനോടകം തന്നെ ഇവിടെ എത്തി നാളെ ഇതിനുള്ള ക്രമീകരണങ്ങളടക്കം ഒരുക്കുകയും ചെയ്തു. മുൻ MP കൂടിയായ സോമപ്രസാദ് അടക്കമുണ്ട്. നാളെ മിഥുന്റെ മൃതദേഹം നമ്മളുടെ പൊതുദർശനത്തിനടക്കം വെക്കുന്നുണ്ടോ? ഇത് ഇപ്പോഴേ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് രാവിലെ 10 മണിക്ക് മൃതശരീരം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കും. 11 മണിക്ക് ഈ സ്കൂളിൽ കൊണ്ടുവരും. 11 മണി തൊട്ട് 12 മണി വരെ ഇവിടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാം കാണത്തക്ക രൂപത്തിൽ 1 മണിക്കൂർ നേരം ഇവിടെ ഈ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ഇവിടെ നേരെ വീട്ടിലേക്ക് മൃതദേഹം ഷിഫ്റ്റ് ചെയ്യും. 4 മണിക്ക് അത് സംസ്കരിക്കണമെന്നാണ് ഇപ്പം ആലോചിച്ചൊരു തീരുമാനം, ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാം ആയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ മന്ത്രിമാർ അടക്കം എത്തുന്നതിന് മുമ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മന്ത്രിമാർ, 2 മന്ത്രിമാരും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കനത്ത പോലീസ് വിന്യാസം ഈ പ്രദേശത്തടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള, CPM നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ സ്ഥലത്ത് CPM-ന്റെ പ്രവർത്തകർ, CPM-ന്റെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അത് ഒരു ഗൌരവ സ്വഭാവത്തോടെ ഈ വിഷയത്തെ CPM സമീപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റുമായി ഉയർന്ന പ്രശ്നങ്ങൾ, അതിൽ കൃത്യമായ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇത് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ്. മന്ത്രിമാർ എത്തുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലം സന്ദർശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ 2 മന്ത്രിമാർ ഈ സ്കൂളിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന നേതാക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശരി, സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്ന 13-കാരൻ, 8ാം ക്ലാസ് വിദ്യാർത്ഥി എന്നുള്ള വിമർശനം അതിശക്തമായി പ്രതിപക്ഷം ഉയർത്തുന്നതിനിടയിലാണ്, പ്രത്യക്ഷ സമരങ്ങളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടന്നിരിക്കുന്നതിനിടയിലാണ് 2 മന്ത്രിമാർ സംഭവം നടന്ന തേവലക്കരയിലേക്ക്, സ്കൂളിലേക്ക് എത്താൻ പോകുന്നത്. മന്ത്രി V ശിവൻകുട്ടിയും മന്ത്രി KN ബാലഗോപാലും അല്പസമയത്തിനകം സ്കൂളിലേക്ക് എത്തും.